ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ ഡോക്ടർ തേവോദോറസ് തിരുവേരി, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട പി മാത്യു അച്ഛൻ, ഈ കൺവെൻഷൻ ശുശ്രൂഷയുടെ ജനറൽ കൺവീനറായിരിക്കുന്ന സി ഡി രാജൻ അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ ശ്രേഷ്ഠരായ വൈദികരുമേ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എല്ലാവർക്കും പരിശുദ്ധ തൃത്വനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നാം ഇന്നും നാളെയുമായി ആരുടെ ഓർമ്മയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആചരിക്കുന്നുവോ പരിശുദ്ധനായ മൊറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസിന് മുൻപാകെ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ എല്ലാ പിതാക്കന്മാരുടെ അമ്മമാരുടെ മുമ്പാകെ സ്നേഹപുഷ്പങ്ങൾ ആദ്യം തന്നെ സമർപ്പിച്ചു കൊള്ളട്ടെ. ഒരു തരത്തിൽ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ കൺവീനർ ബഹുമാനപ്പെട്ട സി ഡി രാജനച്ഛൻ ഞാൻ ഒരുപാട് വാത്സല്യിക്കുന്ന ഒരു വൈദികനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കുവാനായി പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. കൊട്ടാരക്കര കൺവെൻഷൻ വന്ന് ഇതുപോലെ ഒരു പ്രസംഗം നടത്തുവാനുള്ള കഴിവ് ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ ബലഹീനതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് അവിചാരിതം എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഒരു മെത്രാപ്പോലിത്തയായി ഭദ്രാസനത്തിന്റെ ചുമതലകളൊക്കെ സ്വീകരിച്ച് തുടങ്ങിയതിനു ശേഷം ഇതുപോലെയുള്ള നീണ്ട രാത്രി യോഗങ്ങളിൽ കഴിവതും പങ്കെടുക്കാതിരിക്കുക എന്നത് ആയിട്ടുണ്ട്. അത് കൃത്യാന്തര ബാഹുല്യമായിരിക്കാം, ചിലപ്പോൾ ബാഹ്യകേരളത്തിൽ സേവനം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ള അവസരങ്ങൾ ഇല്ലാത്തതായിരിക്കാം, പല കാരണങ്ങളുണ്ട്. എന്തായാലും പിന്നെ ചിലപ്പോൾ ഒരു കുമ്പസാരം എന്ന രീതിയിൽ പറഞ്ഞാൽ ഈ ശുശ്രൂഷയോട് തന്നെ ഒരു വിരക്തി ചിലപ്പോൾ തോന്നാറുണ്ട്. അഭിവന്യ തേവോദോറസ് തിരുമനസ്സുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ ഒസ്താത്യോസ് തിരുവേനി പറഞ്ഞ ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി. സ്റ്റോപ്പ് കളക്ഷൻ ആൻഡ് സ്റ്റാർട്ട് ഗീവിംഗ്. ശേഖരിക്കുന്നത് നിർത്തുക, കൊടുക്കാൻ പഠിക്കുക. തിരുവേനി അതിനുശേഷം എനിക്കൊരു നല്ല ഉപദേശം തന്നു. എന്ന് പറഞ്ഞതുപോലെ ഞാൻ തിരുവേനിയോട് പറയുകയാണ്, അതായത് എന്നോട് തേവോദോറസ് തിരുവേനി പറയുകയാണ്, സ്റ്റോപ്പ് ടോക്കിംഗ് ബട്ട് സ്റ്റാർട്ട് ടു ലീവ്. ഒരുപാട് സംസാരിക്കേണ്ട, ജീവിക്കാൻ പഠിക്കുക, നല്ലതുപോലെ ജീവിക്കുക. സ്റ്റോപ്പ് ടോക്കിംഗ് ബട്ട് സ്റ്റാർട്ട് ടു ലീവ്. ഇത് തിരുവേനി എന്നോട് പറഞ്ഞതാണെങ്കിലും എനിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുള്ള ഒരു വിഷയമാണ്. സ്റ്റോപ്പ് ടോക്കിംഗ്, സ്റ്റാർട്ട് ടു ലീവ്. ഇത് ഇന്നത്തെ പ്രതിഭാസത്തിന്റെ ഒരു ഭാഗമായി വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിരക്തി ചിലപ്പോഴെങ്കിലും മനസ്സിനെ മതിക്കാറുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മുടെ ബലഹീനതയെ മനസ്സിലാക്കി ഇതിൽ നിന്ന് മാറി നിന്നാൽ കൊള്ളാമെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളും നമ്മൾ
ഇതിലേക്ക് വീണ്ടും വരേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. ആമുഖമായി അധികമായി സംസാരിക്കുവാൻ സമയമെടുക്കാതെ വളരെ സുപരിചിതമായ ഒരു വിശുദ്ധ വേദഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചക പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യം. The book of prophet Ezekiel, chapter 37, verse 3. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് അവൻ എന്നോട് പറഞ്ഞു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏകദേശം 25 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഒരു പുരോഹിതനാണ് എസെക്കിയേൽ പ്രവാചകൻ. യഹൂദ രാജാവിനോടും 10,000-ത്തിലധികം വരുന്നതായ ഇസ്രായേൽ ജനത്തോടും ചേർന്ന് പിടിക്കപ്പെട്ട് പ്രവാസത്തിൽ ആയിരിക്കുന്ന, ബാബിലോണിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ടുപോയി പ്രവാസത്തിലായിരിക്കുന്ന സമയം. ഈ സംഭവം നടക്കുന്നത് BC 598. എസെക്കിയേൽ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്താൽ ശക്തമാക്കപ്പെട്ടവൻ, one who is strengthened by God. പ്രവാസികളുടെ ഇടയിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രവാചകനും പുരോഹിതനുമായി എസെക്കിയേലിനെ നാം ഇവിടെ കാണുന്നു. പ്രവാസത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് ശക്തി പകരുവാനും പ്രത്യാശ പകരുവാനും വേണ്ടി ദൈവം അവരുടെ ഇടയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ. അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങളിലെല്ലാം തന്റെ സഹോദരങ്ങളുടെ ശക്തീകരണത്തിന് വേണ്ടി പ്രത്യാശ പകരുന്ന രീതിയിൽ എസെക്കിയേലിന് ദർശനങ്ങൾ യഹോവയായ ദൈവം തമ്പുരാൻ നൽകിയിരുന്നു എന്നത് എസെക്കിയേൽ പ്രവാചക പുസ്തകം പ്രത്യേകിച്ച് 30-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 37-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ ദർശനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, എന്നെ അവൻ താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതായ ഭാഗമാണ്. നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ താഴ്വരയിൽ അങ്ങുമിങ്ങും ഉണങ്ങി കിടക്കുന്നതായ അസ്ഥിക്കൂട്ടങ്ങളെ കാണാം. ഉടനെയാണ് യഹോവയായ ദൈവത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? മറുപടി, കർത്താവേ, നീ അറിയുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? കർത്താവേ, നീ അറിയുന്നു. തൊട്ടു പിന്നാലെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നല്ലതുപോലെ പറയുന്നുണ്ട്. വിശദീകരണത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേദഭാഗമായതുകൊണ്ട് ഞാൻ മുതിരുന്നില്ല. നീ അവയോട് പ്രവചിച്ച് പറയേണ്ടതെന്നാൽ അസ്ഥികൾ കൂടി വന്ന് ശരീരമായി മാറും, അവയിൽ മാംസം വെച്ച് പിടിപ്പിക്കപ്പെടും, മാംസപിണ്ഡങ്ങളായി മാറും. അതിനെ തുടർന്ന് വീണ്ടും നിന്റെ പ്രവചനത്താലും 4 വശങ്ങളിൽ നിന്നുള്ള കാറ്റ് അതിന്മേൽ ഊതുന്നതിനാലും അവ ജീവനുള്ള ദേഹികളായി മാറും. എഴുന്നേറ്റ് നിൽക്കുന്നതായ വലിയ സൈന്യമായി മാറും എന്നുള്ളതാണ് ദർശനത്തിന്റെ പൂർണ്ണരൂപം. വായിക്കാതെ വളരെ ചുരുക്കമായി ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. താഴ്വരയിൽ ഉണങ്ങി ചിതറിക്കിടക്കുന്നതായ അസ്ഥികളെ നോക്കിക്കൊണ്ട് സഭാപിതാക്കന്മാരും അതുപോലെ തന്നെ സഭയിലെ പ്രസംഗകരുമെല്ലാം
സഭയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി വളരെ ഭംഗിയായി വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഈ വേദഭാഗം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സഭയുടെ കാര്യം മാത്രമല്ല, പിന്നെ ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ വിഷയമാണ്, ഒരു ജനതയുടെ മുഴുവൻ വിഷയമാണ്. ഒരു വ്യക്തിയിൽ തുടങ്ങി ലോകത്ത് മുഴുവൻ ജീവിക്കുന്നതായ ജനസമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നതായ അസ്ഥികളാണ്, അസ്ഥി കൂമ്പാരങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ചില പിതാക്കന്മാരുടെ വ്യാഖ്യാനം. ഇവിടെ ഇസ്രായേൽ ഗ്രഹം അതിലൊരു വ്യക്തിയായി, അതിലൊരു കുടുംബമായി, ഒരു ജനതയായി, ഒരു നേഷനായി, ഒരു സാമ്രാജ്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും അതിലുള്ളതായ നമ്മുടെ സഭ ഉൾപ്പെടുന്നതായ ക്രൈസ്തവ സഭകളെയും ക്രൈസ്തവ സഭകളിൽ ജീവിക്കുന്നതായ കുടുംബങ്ങളെയും കുടുംബങ്ങളിലെ ഓരോ വ്യക്തികളെയും ഈ അസ്ഥികളുമായി താരതമ്യപ്പെടുത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഭംഗം വന്ന മുഴുവനും മുടിഞ്ഞുപോയ ചത്തുനാറിയ ഒരു സാമ്രാജ്യത്തിന്റെ സമഗ്രവും സമൂലവുമായ പുനരുത്ഥാനമാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി നാം കാണുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ദർശിക്കാം. ഒന്ന്, എസെക്കിയേൽ പ്രവാചകനുടെ ദർശനത്തിൽ ആദ്യം അദ്ദേഹത്തിന് ഭയങ്കരമായ ഷോക്ക് നൽകുന്നതായ ഒരു വെളിപ്പെടുത്തലാണ്. A shocking revelation to the prophet Ezekiel. വളരെ വലിയൊരു ഷോക്കാണ്. എനിക്കറിയാമല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ദർശനം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും. എൻ്റെ കാര്യം പറഞ്ഞ ചിലപ്പം അവിടെ തളർന്നേനെ ആ പരുവമായ കണ്ണടച്ച് കിടക്കുന്ന ഉറങ്ങുന്ന ഒരാള് ഒരു സ്വപ്നം കാണുന്നു. ജീവനില്ലാത്തതായ അസ്ഥികൂമ്പാരങ്ങൾ തന്റെ ചുറ്റിലും, തന്നെ ഈ അസ്ഥികൂമ്പാരങ്ങളുടെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു. അതിവിടെ എഴുതിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു. വളരെ ഷോക്കിംഗ് ആണ്, ഭയങ്കരമായ ഷോക്കിംഗ് ആണ്, ഭയാനകമാണ്, ഭയാനകമായ ഒരു വെളിപ്പെടുത്തലാണ് യഹോവയായ ദൈവം തമ്പുരാൻ ഇവിടെ പ്രവാചകനായ എസെക്കിയേലിന് നൽകുന്നത്. ഇസ്രായേൽ ജനതയുടെ അതിഭയാനകമായ മ്ലേച്ഛതയുടെയും ശൂന്യതയുടെയും ആധ്യാത്മികമായ പരമദാരിദ്ര്യത്തിന്റെയും പ്രതിരൂപങ്ങൾ എന്ന് വേണം നമുക്ക് ഇതിനെ നിർവചിക്കുവാൻ. ജീവിതത്തിന് മുമ്പിൽ മരണം കാണേണ്ടി വരുന്നതായ ഷോക്ക്, മരണത്തെ പേടിയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്നെനിക്ക് അറിയാമേ. പ്രായമുള്ള അമ്മച്ചിമാരോ അപ്പച്ചന്മാരോ വേണമെങ്കിൽ പറഞ്ഞേക്കാം, എന്തുകൊണ്ട് വിശേഷം ചോദിക്കുമ്പം എന്താ തിരുമേനി എല്ലാം കഴിഞ്ഞില്ലേ ഇനി അങ്ങ് പോയാ മതിയെന്ന്. അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ അവർ പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു സാധാരണ രീതി എന്ന നിലയ്ക്ക് അങ്ങനെ പറയുന്നു. പ്രായമേറി വരുന്നത് കൊണ്ട് ദേവോദോറോസ് തിരുമേനിയും അങ്ങനെ പറയാൻ തുടങ്ങിയെന്നാണ് എൻ്റെ ചിന്ത. ഞാനും പെതുക്കെ അത് പറഞ്ഞു തുടങ്ങി. ഏകദേശം ഒരു 40 കഴിഞ്ഞാൽ പിന്നെ പെതുക്കെ ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങി. കാലുവേദന, മുട്ടുവേദന, നടുവേദന, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ നാം പറഞ്ഞു തുടങ്ങും, പ്രായമായി, ഇനി അങ്ങ് പോയാൽ മതി. പക്ഷെ ഇങ്ങനെയാണ് നാം പറയുന്നതെങ്കിലും നമ്മുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ മരണത്തെ ഭയക്കുന്നു. മരണം ഭയാനകമായ ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തക പ്രകാരം മരണത്തിന്റെ ആദ്യാവസ്ഥയെ കാണുമ്പോൾ
ഭയത്തോടെ അല്ലാതെ, അത് വിശുദ്ധ പിതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും ഭയത്തോടെ അല്ലാതെ ആരും മരണത്തെ കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ വേദശാസ്ത്രപരമായ വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മരണത്തിൽ നിന്നുള്ള ഭീതി അകറ്റുവാനായി പ്രത്യാശ നിർവചിക്കുന്നതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരണത്തിനുള്ള ഭയം മാറ്റിയെടുക്കുന്നത്. എല്ലാവരിലും ആദ്യം ഉണ്ടാകുന്നത് ഒരു ഭയമാണ്. താഴ്വരയിൽ കൂട്ടിയിട്ടിരിക്കുന്നതായ അസ്ഥികൂമ്പാരങ്ങളിൽ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് അവയുടെ ചുറ്റിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒരു വലിയ ഷോക്കാണ് എസെക്കിയേൽ പ്രവാചകൻ. എസെക്കിയേൽ പ്രവാചകന്റെ ഷോക്ക് അതാണ്. കാരണം ഒരു നേരെ ചൊവ്വയുള്ള ശവസംസ്കാരം പോലും ലഭിച്ചിട്ടില്ലാത്തതായ ആളുകളുടെ അസ്ഥികളാണ് ഇവിടെ കിടക്കുന്നത്. നേരെ ചൊവ്വയെ ശവസംസ്കാരം ലഭിച്ചിട്ടുള്ള ആളുകളാകുന്നുവെങ്കിൽ അവരുടെ അസ്ഥികൾ ഇങ്ങനെ കൂമ്പാരങ്ങളായി പുറത്ത് കാണുകയില്ല. ഒരു പ്രാർത്ഥനാപൂർവമായ ഒരു ശവസംസ്കാരം പോലും നടത്തിയിട്ടില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ IS ഭീകരർ വധിക്കുന്നതായ ആളുകൾ പലയിടത്തുമുണ്ട്. ഇന്ത്യയിൽ അത് കുറവാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. അവരുടെ ആക്രമണത്താൽ മരിക്കപ്പെടുന്നതായ ആളുകളെ നേരെ അടക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രയാസമാണ്. സിറിയയിലും ഈജിപ്തിലും ഒക്കെ ധാരാളം ആളുകൾ അങ്ങനെ മരിക്കുന്നു. ഭയാനകമായ ഒരവസ്ഥയാണ്. നമുക്കത് ശരിയായി അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിന്റെ ഗൗരവം എത്രമാത്രം മനസ്സിലാകുന്നു എന്നെനിക്കറിയാൻ മേല. പക്ഷെ അത് ശരിയായി അപഗ്രഥിക്കുമ്പോൾ വളരെ ഭയാനകമായ ഒരവസ്ഥയാണ്. മരിക്കുന്നു എന്ന് മാത്രമല്ല, നേരെ ഒരു ശവസംസ്കാരം പോലും ലഭിക്കാതെ അസ്ഥികളായി അന്തരീക്ഷത്തിൽ ചിതറിക്കിടക്കുന്നതായ അസ്ഥികളുടെ കൂട്ടം നമുക്ക് ചുറ്റും കാണുന്നത് എന്താണ്? നമുക്ക് ചുറ്റിലേക്ക് നോക്കണ്ട, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നാം നമ്മിൽ കാണുന്നത് എന്താണ് എന്ന് പരിശോധിക്കുക. നാം ജീവിക്കുന്നുണ്ട്, നാം നല്ലതുപോലെ ജോലികൾ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വേണ്ട സന്തോഷ സന്താപ പ്രകടനങ്ങളൊക്കെ നാം നടത്തുന്നുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്, സന്യാസിമാരും ഉണ്ട്. പക്ഷേ ശരിയായ ഒരു അപഗ്രഥനം നമ്മെക്കുറിച്ച് നടത്തുമ്പോൾ താഴ്വരയിൽ ജീവനില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൂമ്പാരങ്ങൾക്ക് സമമായി നാം മാറിയിരിക്കുന്നുവോ എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരുടെ കൂട്ടമായി നാം മാറിയിരിക്കുന്നു. നീ ജീവനോടെ ഇരിക്കുന്നുവെങ്കിലും മരിച്ചവനാകും. നമുക്ക് കണ്ണുണ്ട്, കാലുണ്ട്, ചലനങ്ങളുണ്ട്, എല്ലാമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മരിച്ചവരും മൗനതയിലിറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല. ആ ഒരവസ്ഥയിലാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് അസ്ഥികൾക്ക് സമമായിരിക്കുന്നതായ വലിയ അവസ്ഥ. നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായ ബോധ്യമില്ല, ശരിയായ അപഗ്രഥനമില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പ്രത്യേകത. എത്ര ജീർണാവസ്ഥയിലായാലും നാം അതിന് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായി എന്നോട് നിങ്ങൾ ആരെങ്കിലും പറയുകയാണ് തിരുമേനിയെ കണ്ടിട്ട് ഭയങ്കര ക്ഷീണമാണല്ലോ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുവാൻ ഞാൻ തയ്യാറല്ല. അതിന് യാതൊരു സംശയമില്ല. CD രാജനച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞ ആഴ്ചയെ കണ്ടതുപോലെ അല്ലല്ലോ ഇപ്പിട്ടിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യ മറുപടി എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ്റെ തോന്നലാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് അച്ഛൻ്റെ തോന്നലാണ്. ഇതേ അനുഭവം ഇന്നലെ എനിക്കുണ്ടായി. ചെന്നൈയിൽ ഭദ്രാസന ദിനമായിരുന്നു ഇന്നലെ. ബ്രോഡ്വേ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ. പരിശുദ്ധ ബാവാ തിരുമേനിയും മറ്റൊന്ന് രണ്ട് അഭിവന്യ പിതാക്കന്മാരും ഒക്കെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി ചെന്നൈയിലെത്തി.
അതിൽ ഒരു തിരുമേനി എന്നെ ആദ്യം കണ്ട ഉടനെ ആദ്യം ചോദിച്ചത്, സുഖമൊന്നും ഇല്ലയോ, കണ്ടിട്ട് എന്തോ തോന്നുന്നത്, വല്ലാതിരിക്കുന്നുവല്ലോ, മുഖമൊക്കെ വീർത്തിരിക്കുന്നല്ലോ. ഞാൻ ഉള്ളിൽ പേടിച്ചു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ വലിയ ആരോഗ്യവാനാണ്. പക്ഷെ ഉള്ളിൽ പറഞ്ഞു, ഞാനും തുടങ്ങി ഒരു തോരന്റെ അത്രയും ഒരു പ്രാവശ്യം കഴിക്കേണ്ട തോരന്റെ അത്രയും ടാബ്ലറ്റ്സ് എടുക്കാൻ തുടങ്ങി. എന്നെ കുറിച്ച് എനിക്ക് എന്റെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ച് സമ്മതിക്കുവാനായി ഞാൻ തയ്യാറല്ല. പരിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരൂ എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നമ്മുടെ ചിന്ത അതാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരികയുള്ളൂ. കർത്താവ് പറയുന്നു, നിങ്ങൾ തലപൊക്കി നോക്കുകയും നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നതായി കാണാം. നേരെ നോക്കണം. നേരെ നോക്കിയാൽ നിലങ്ങളുടെ അവസ്ഥയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാനായി സാധ്യമാകും. നേരെ നോക്കാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകാത്തത് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സഭാജീവിതത്തിൽ ഒരു 3 ടയർ സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് അതറിയാവുന്ന വിചാരം, അതല്ലെങ്കിൽ 4 ടയർ എന്ന് വേണമെങ്കിൽ പറയാം. 4 ടയർ എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം സഭയിൽ ജീവിക്കുമ്പോൾ കുടുംബം, ഇടവക, ഭദ്രാസനം, സഭ, ഞാൻ 4 ഘടകങ്ങളുണ്ട്. ഇതൊരു 4 ടയർ സിസ്റ്റത്തിലാണ് നമ്മുടെ സഭാജീവിതം പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 4 സിസ്റ്റത്തോടും ഞാൻ എന്ന് പറയുന്ന വ്യക്തി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗമാണ്. ഞാനും എൻ്റെ കുടുംബവും ഒരു ഇടവകയിലെ അംഗങ്ങളാണ്. ഞങ്ങൾ പല കുടുംബങ്ങൾ ചേർന്ന് ഒരു ഇടവകയിലുണ്ട്, പല ഇടവകകൾ ചേർന്ന് ഒരു ഭദ്രാസനമുണ്ട്, പല ഭദ്രാസനങ്ങൾ ചേർന്ന് ഒരു സഭ ഉണ്ട്. അങ്ങനെ ഒരു 4 ടയർ സിസ്റ്റം നമ്മുടെ സഭാജീവിതത്തിലുണ്ട്. ഏകദേശം ഈ ലോകവുമായുള്ള ബന്ധത്തിലും ഈ ഒരു 3 ടയർ അല്ലെങ്കിൽ 4 ടയർ സിസ്റ്റം നമുക്ക് കാണുവാനായി സാധ്യമാകുന്നു. ഇവിടെ താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറയുമ്പോൾ ഈ 2-3 ടയർ സിസ്റ്റത്തിലെ അവസ്ഥകളെ ശരിയായി അപഗ്രഥിക്കുവാൻ സമയമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തേത് കുടുംബം. എന്തുകൊണ്ട് ഇസ്രായേൽ ജനത ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബജീവിതം ശരിയായിരുന്നില്ല എന്നത് തന്നെയാണ്. ഞാൻ അധികമായി വിശകലനം ചെയ്യുന്നില്ല. ഒരാൾക്ക് 4 ഭാര്യമാർ, യഥാർത്ഥ ഭാര്യ, പിന്നെ വെപ്പാട്ടിമാർ, മറ്റു ജാതികളിൽ നിന്നുള്ള ഭാര്യമാരെ എടുക്കൽ, അതുപോലെ തിരിച്ചെടുക്കൽ, ഇങ്ങനെയൊക്കെയുള്ളതായ സംഗതികളിലൂടെ കുടുംബജീവിതങ്ങളുടെ ശരിയായ പവിത്രതയെ ഏകദേശം നഷ്ടപ്പെടുത്തിയതായ ഒരു സമൂഹമാണ്. കുടുംബം എന്നതിലേക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് യഹോവയായ ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോയി. അതുകൊണ്ട് തന്നെ പതുക്കെ പിടിക്കപ്പെട്ട് പ്രവാസികളായി അസ്ഥിക്കൂപാരങ്ങൾക്ക് സമമായി മാറിയതായ ഒരു ചരിത്രമാണ് അവിടെ കാണുന്നത്. ഏകദേശം നമ്മുടെ അവസ്ഥയും ഇത് തന്നെയല്ലേ? എനിക്കറിയാൻ മേല ഞാൻ ഈ പറയുന്ന കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. തിരുമേനി ഇങ്ങോട്ട് വന്ന് ഇപ്പം തരാം, അപ്പം തരാം, ഇപ്പം പിടിച്ചു, അപ്പം ചുട്ടമാവി എന്നുള്ള കാര്യമൊക്കെ പറയുമെന്ന് വിചാരിച്ചാൽ നിന്നിരുന്നത്. പക്ഷെ തിരുമേനി തുടക്കം മുതലേ പറയുന്ന കാര്യങ്ങൾ അത് അല്പം നെഗറ്റീവാണ് എന്നൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഇരുത്ത കണ്ടാൽ. പക്ഷെ യാഥാർത്ഥ്യം അതല്ലേ എന്നുള്ളത് നാം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. തിരുമേനി നെഗറ്റീവായി പറയുന്നതല്ലേ ഇന്നത്തെ യാഥാർത്ഥ്യം. പഴയ കാലത്ത് കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണോ? ഒരപ്പൻ, ഒരമ്മ, മക്കൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാം ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്നു. എന്നെ പോലെയുള്ളവരും അതിന് മേലുള്ളവരും ഒരു കുടുംബത്തിൽ അപ്പൻ, അമ്മ, 7 മക്കൾ, അല്ലെങ്കിൽ 8 മക്കൾ, 9 മക്കൾ, 14 മക്കൾ വരെ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ 14 മക്കളും വിവാഹം കഴിച്ചാൽ
ഏകദേശം കുറച്ചു കാലം അവരെല്ലാവരും അപ്പനോടും അമ്മയോടും ചേർന്ന് ഒരു കുടിലിൽ തന്നെ കഴിയുമായിരുന്നു. പല മുറികളില്ല, എല്ലാവരും ഒരു മുറിയിലാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു കാലമുണ്ട്. സന്ധ്യയാകുമ്പോൾ കൃത്യമായി പ്രാർത്ഥന നടത്തുമായിരുന്നു, ഒരുമിച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് അമ്മ എല്ലാവരെയും ഉണർത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. മറന്നുപോയോ? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോടാണ് എൻ്റെ ചോദ്യം. ഈ വിഷയം മറന്നുപോയോ? അതുണ്ടോ? മറക്കാൻ സമയമായില്ല. എന്നാൽ അതിൽ നിന്ന്, ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ന്യൂക്ലിയർ കുടുംബത്തിലേക്ക് നാം വന്നു. അപ്പൻ, അമ്മ, പിന്നെ എത്ര? അപ്പൻ, അമ്മ, പിന്നെ എത്ര? 2, 1, അര, ഒന്നും വേണ്ട. അപ്പനുമായിട്ടുണ്ട്. 2, 1, അര, ഒന്നും വേണ്ട. പിന്നൊരു പെറ്റ് ആകാം. പെറ്റെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. എന്തുവാ? പട്ടി. 2, 1, അര, പിന്നെ പെറ്റ്. ഒന്നുകിൽ പട്ടി അല്ലെങ്കിൽ പൂച്ച. ഞാൻ കണ്ട കാഴ്ചയായി പറയുന്നത്. കഴിഞ്ഞ വർഷം മൈലാപ്പൂർ, എല്ലാ വർഷവും മൈലാപ്പൂർ പദയാത്ര എന്ന ഒരു പദയാത്ര സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും മൈലാപ്പൂരിൽ പരിശുദ്ധനായ മാർത്തോമാസിന്റെ കബറിടത്തിലേക്ക് നടത്താറുണ്ട്. ഡിസംബർ മാസം 21-ന് മുമ്പുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഞായറാഴ്ചയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പദയാത്ര നടത്തിയപ്പം എനിക്കൊരല്പ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് നടന്നിട്ട് പിന്നെ എൻ്റെ വാഹനത്തിൽ കയറി മുമ്പോട്ട് പോയി മെറീന ബീച്ചിൽ, നിങ്ങൾ മദ്രാസിൽ പോയവർക്ക് അറിയാം, ആ വഴി മെറീന ബീച്ചുള്ള സ്ഥലമാണ്. മെറീന ബീച്ചിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാറിട്ടു. പദയാത്ര നടന്നു വരട്ടെ എന്ന് വിചാരിച്ചാണ്. അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കാറിന് തൊട്ട് മുമ്പിൽ മറ്റൊരു കാർ വന്നു നിന്നു. ഞാൻ വിചാരിച്ചു നമ്മുടെ ആളുകളായിരിക്കുന്നു. ഭാഗ്യത്തിന് നമ്മുടെ ആളുകളല്ലായിരുന്നു. അതിന്റെ ബാക്ക് ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി. സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അകത്തിരുന്ന മറ്റൊരു സ്ത്രീ ഒരു കൊച്ചിനെ എടുത്ത് ഈ സ്ത്രീയുടെ കയ്യിലോട്ട് കൊടുത്തു. ആ കൊച്ചിനെ മേടിച്ച് ഈ സ്ത്രീ പുറത്ത് നിന്നുകൊണ്ട് 4-5 മുത്തം. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായ അത് കൊച്ചല്ലായിരുന്നു, പട്ടിയായിരുന്നു. കൊച്ചിനെ അല്ല മുത്തം കൊടുത്തത്, പട്ടിക്കാ മുത്തം കൊടുത്തത്. കൊച്ചിന് മുത്തം കൊടുക്കാതെ പട്ടിക്ക് മുത്തം കൊടുക്കുന്നതായ ന്യൂക്ലിയർ കുടുംബ വ്യവസ്ഥയിലേക്ക് നാം വന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതിൽ നിന്നും ഒരല്പം മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന ഐസക് വി പ്രകാശ് അച്ഛനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഭദ്രാസ് സെക്രട്ടറി റോയി അച്ഛനൊക്കെ നല്ലതുപോലെ കൗൺസിലിംഗ് നടത്താൻ ഒരുപാട് കേസ് അവരുടെ മുമ്പിൽ വരുന്നതാണ്. ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം മാറിയിട്ട് ഇപ്പോഴത്തെ സിസ്റ്റം നോ ക്ലിയർ ഫാമിലി സിസ്റ്റം അല്ലേ? ഇപ്പോഴത്തെ ഫാമിലി സിസ്റ്റം അതാണ്, നോ ക്ലിയർ ഫാമിലി സിസ്റ്റം. ഓർത്തഡോക്സ് സഭയിലെ കുടുംബങ്ങളെ എണ്ണിയാൽ ചിലപ്പോൾ നാണിച്ചു പോകും. എത്രയുണ്ട് നോ ക്ലിയർ ഫാമിലി സിസ്റ്റം. ചില കുട്ടികളോട് അപ്പനാര് എന്ന് ചോദിച്ചാൽ പറയാനുള്ള സാധ്യതയുണ്ട്, എൻ്റെ അമ്മ ഇന്നയാളാണ്, ഇപ്പൊ വീട്ടിലുള്ള ആള് എൻ്റെ പപ്പ അല്ലാന്ന്. ആ പരുവായിട്ടുണ്ട്. എൻ്റെ അമ്മ ഇന്നയാളാണ്, ഇപ്പോൾ വീട്ടിൽ അമ്മയോടൊപ്പം താമസിക്കുന്ന ആള് എൻ്റെ പപ്പ അല്ല. കേരളത്തിൽ എത്രമാത്രം അത് വന്നു എന്ന് എനിക്കറിയാൻ മേല. എന്തായാലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതായിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന ആള് ഞങ്ങളുടെ പപ്പ അല്ല, അല്ലെങ്കിൽ തിരിച്ചു വാങ്ങാം, ഞങ്ങളുടെ മമ്മി അല്ല. കുട്ടികൾക്ക് അപ്പനേത് അമ്മയേത് എന്ന് തിരിച്ചറിയാൻ ഒക്കാത്തതായ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ പേരാണ് നോ ക്ലിയർ ഫാമിലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത, സുദൃഢമല്ലാത്തതായ കുടുംബജീവിതങ്ങളുടെ സിസ്റ്റം. പ്രിയമുള്ളവരെ, എനിക്ക് ഒരുപാട് നേരം നിന്ന് ഈ കാര്യങ്ങളെ വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം വിടുകയാണ്. 2-3 കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായും നാം ഈ ഉണങ്ങിയ അസ്ഥികൾക്ക് സമമായി നോ ക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ വരികയില്ല എന്നത് ഉറപ്പാണ്. അഡോറിംഗ് എന്നൊരു വാക്കുണ്ട്, ബെയറിംഗ് എന്ന മറ്റൊരു വാക്കുണ്ട്, കെയറിംഗ് എന്ന മൂന്നാമതൊരു വാക്കുണ്ട്, ഡിയറിംഗ് എന്ന വാക്കുണ്ട്.
4 വാക്ക് ഞാൻ ആൽഫബറ്റിക് ഓർഡറിലാണ് പറഞ്ഞത്. ABCD. അഡോറിങ്, ബെയറിങ്, കെയറിങ് ആൻഡ് ഡിയറിങ്. ആരാധിക്കുന്ന, പരസ്പരം സഹിക്കുന്ന, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പിന്താങ്ങുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, ഓരോ ദിവസം ചെല്ലുന്നോറും കുടുംബാംഗങ്ങൾ തമ്മിലുള്ളതായ ഇഷ്ടം കൂടുന്ന കുടുംബമാണ് ശരിയായ കുടുംബം. മാംസം വെച്ച കുടുംബം, ജീവനുള്ള കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, ആരാധിക്കുന്ന കുടുംബം, രാവിലെയും വൈകിട്ടും ആരാധന ക്രമമായി നടത്തുന്ന കുടുംബം. കൊട്ടാരക്കര കൺവെൻഷനിൽ കൂടി വരുന്ന എത്ര ഭവനങ്ങളിൽ കൃത്യമായി രാവിലെയും വൈകിട്ടും സഭ കൽപ്പിച്ചിരിക്കുന്നത് പോലെയുള്ള യാമപ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്? എന്റെ ചോദ്യം ശ്രദ്ധിച്ചു കാണും. സഭ കൽപ്പിച്ചിരിക്കുന്നത് പോലെയുള്ള യാമപ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്? ഇതാണ് എന്റെ ചോദ്യം. പ്രാർത്ഥന നടത്തുമായിരിക്കും, പക്ഷെ ചോദ്യം ഒരല്പം കൂടി നമ്മുടെ പാരമ്പര്യത്തിനും വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിനും സഭ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നതായ യാമപ്രാർത്ഥനകൾ കൃത്യമായി നടത്തുന്ന എത്ര ഭവനങ്ങൾ ഇപ്പോൾ ഈ പന്തലിൽ ഇരിപ്പുണ്ട്? ഇതാണ് ചോദ്യം. എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ സന്ധ്യാനമസ്കാരം നടത്തിയപ്പം സഭ കൽപ്പിച്ചിരിക്കുന്ന ഒരു യാമപ്രാർത്ഥന നടത്തിയ സന്ധ്യാനമസ്കാരം നടത്തിയപ്പം അഭിവന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട കുറച്ച് വൈദികരും അങ്ങും ഇങ്ങും 4 പേരും പിന്നെ ഒഴിഞ്ഞ കുറഞ്ഞ് കുറെ കസേരകളും യാമപ്രാർത്ഥനയുടെ സമയത്തെ കാഴ്ചയാണ്. തിരുമേനി വന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചിട്ട് പോകുന്നു. ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചിട്ടില്ല. ദിസ് ഈസ് ദ റിയാലിറ്റി. നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയാണ്. കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടെങ്കിലും ആ പ്രാർത്ഥന പലപ്പോഴും മാക്സിമം ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, പിന്നെ മറിയാമയെ സുഖപ്പെടുത്തണമേ, മത്തായിക്ക് ജോലി കൊടുക്കണമേ, അപ്പുറത്തെ വീട്ടിലെ തങ്കച്ചന് രോഗം കൊടുക്കണമേ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ വട്ടം കൂട്ടി ഒന്ന് നടത്തിയിട്ട് അവസാനിപ്പിക്കുന്ന രീതി കള്ളക്കണ്ണുനീരിന്റെ പ്രാർത്ഥന അവിടെ അവസാനിക്കും. സഭ കൽപ്പിച്ചിരിക്കുന്ന രീതിയിൽ യാമപ്രാർത്ഥനകൾ നടത്തുന്നതായ കുടുംബങ്ങളുടെ എണ്ണം കുറയുമ്പോൾ താഴ്വരയിൽ അങ്ങുമിഞ്ഞുമായി ചിതറിക്കിടക്കുന്നതായ അസ്ഥിക്കൂട്ടങ്ങൾക്ക് സമമായി നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും മാറുന്നു എന്നർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവർ, അഡോറിംഗ് ഫാമിലീസ് ആകണം. അഡോറേഷൻ ഈസ് ഡ്യൂ ടു ഗോഡ് ഓൺലി. എല്ലാ കുടുംബങ്ങളുടെയും കാരണമായ ത്രിയേക ദൈവത്തിനു മുമ്പാകെ സ്ഥിരമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയാണ്. ഇപ്പം അങ്ങോട്ട് കുത്താറില്ല, ഇപ്പം തിരിച്ചാ കുത്തുന്നത്. നമ്മുടെ ഇവിടെ കൊട്ടാരക്കരയുണ്ടോ എനിക്കറിയാൻ മേല, പലയിടത്തും ഉണ്ട്. ഇപ്പം സാഷ്ടാംഗ പ്രണാമം ചെയ്യുക എന്നതാണ് സഭയുടെ നിയമം. ദൈവസഭയിൽ മുട്ടുകുത്തുക എന്നാണ് സഭയുടെ നിയമം. ഇപ്പം ദേവോദരസ്ഥിന് മേൽ ചെയ്യുമെന്ന് എനിക്കറിയാൻ മേല, ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ചിലരൊക്കെ ആരെങ്കിലും തലയിലോട്ട് കൈ വെക്കും, അവർ പുറകോട്ട് മലക്കും. വേദോസ്തത്തിൽ ഒരിടത്തും ഇല്ലാത്ത കാര്യമാണ്. അവർ പുറകോട്ട് മലക്കും. പുറകോട്ട് മലക്കുമ്പം ബാക്കി നിൽക്കുന്ന 2 പേര് ചാടി പിടിക്കും. ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? സാഷ്ടാംഗ പ്രണാമമില്ല. പുറകോട്ട് മലക്കുന്നതായ അതിനെന്തോ പ്രണാമമെന്നാണോ പ്രമാണമെന്നാണോ പറയേണ്ടത് എനിക്കറിയാൻ മേല. അതിന്റെ വേദപുസ്തകത്തിൽ എവിടെയാണ് അടിസ്ഥാനം എന്നതും വ്യക്തമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അഡോറേഷൻ. ഒരാൾ കൈവെക്കുന്നു, ചിലപ്പോൾ ഈ കുപ്പായത്തിന്റെ ഇവിടെ ക്ലോറോഫോമോ അല്ലെങ്കിൽ അടിക്കുന്നതായ തുവാലയിൽ അത്യാവശ്യം വേണ്ട പൊടിയോ, പിന്നെ കയ്യട ഇട്ടിരിക്കുന്ന മോതിരത്തിൽ പിന്നെ മർമ്മസ്ഥാനത്ത് കൊട്ടിയാൽ ബോധം കെടുന്ന സാധനമോ എന്തെങ്കിലുമൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം കൂടെ വെച്ച് ഒറ്റ അടി കൊടുക്കുക, അല്ലെങ്കിൽ ലേസെറിയുക, അതും അല്ലെങ്കിൽ പിന്നെ കുപ്പായം കൊണ്ട് മണപ്പിക്കുക. ഈ കുപ്പായം കൊണ്ട് മണപ്പിച്ച എന്ത് രസമായിരിക്കും! വേർപ്പെല്ലാം കൂടെ ഇട്ട് ഇരിക്കുന്ന കുപ്പായം കൊണ്ട് മണപ്പിച്ച തന്നെ ബോധം കെടും. ആ പരുവ അത് സാഷ്ടാംഗ പ്രണാമത്തിന് പകരം ഇപ്പൊ നടക്കുന്നത് തിരിച്ചാണ്. മറിഞ്ഞ് പുറകോട്ട് വീഴുകയാണ്. തെറ്റിയില്ലതാണ്.
വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ യാമപ്രാർത്ഥന കൃത്യമായി നടത്താതെ സാഷ്ടാംഗ പ്രമാണം ദൈവസനയിൽ മുട്ടൂത്തി നടത്താതെ പുറകോട്ട് വലക്കുന്നതായ അത്യാവശ്യ നാടകങ്ങളിലേക്ക് സഭാമക്കൾ കുടുംബമായും വ്യക്തികളായും പോയി കഴിയുമ്പോൾ നമ്മളെ നോക്കി എസെക്കിയേൽ പ്രവാചകൻ പറയുന്നു, എന്നെ ഇവിടെ ഈ താഴ്വരയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു, ഞാൻ കാണുന്നത് ഉണങ്ങിയ അസ്ഥികൂമ്പാരങ്ങൾ, ഞാൻ കാണുന്നത് ഉണങ്ങിയ അസ്ഥികൂമ്പാരങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീണ്ടും ബെയറിംഗ് പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്പരം സഹിക്കുക. കുടുംബത്തിൽ സഹിഷ്ണുത വേണം. സഹിഷ്ണുത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാനൊരു കൗൺസിലർ ഒന്നുമല്ല. ഇവിടെ ഐസക് വി പ്രകാശിനെ പോലെ അച്ഛനെ പോലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയായി ഇതൊക്കെ പറയാനായിട്ട്. എൻ്റെ അടുത്ത് അരമനയില് ഒരു പെൺകുട്ടിയും അപ്പനും അമ്മയും കൂടെ വന്നു. അമ്മയും അപ്പനും കൂടെ വന്നിട്ട് അമ്മയും അപ്പനും പെൺകുട്ടിയുണ്ട്. ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, ഞങ്ങളെ ഒന്ന് വേർപെടുത്തി തരണം. ഇതായിരുന്നു മറുപടി. ഞങ്ങളെ ഒന്ന് വേർപെടുത്തി തരണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവളെയും അവളുടെ ഭർത്താവിനെയും. കഥ ചോദിച്ചപ്പോഴ് ഏകദേശം 8 വർഷക്കാലം വിവാഹത്തിന് മുമ്പ് ആരും അറിയാതെ അങ്ങും ഇങ്ങുമൊക്കെ ഒരുമിച്ച് ജീവിച്ചവരാണ്, ഒളിച്ചും പാത്രം. അതിനുശേഷം വിവാഹം കഴിച്ച് 8 ദിവസം നേരെ ചൊവ്വേ ജീവിച്ചില്ല. ഇപ്പൊ തിരുമേനിടത്ത് വന്ന് പറയുകയാണ്, രണ്ടിനെ ഒന്ന് രണ്ടാക്കി തരണം. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം. എനിക്ക് അവരിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ജേക്കപ്പച്ചനോട് കൊച്ചമ്മ അങ്ങനെ പറയാറുണ്ടോ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം. ഞാൻ പേടിച്ചു പോയി, ഞാൻ വരണ്ടുപോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, പരിശുദ്ധ സഭ ഒരു കൽപ്പന തന്നെ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് നിങ്ങളെ രണ്ടാക്കാനല്ല, പിന്നെയോ എങ്ങനെയെങ്കിലും ഒന്നാക്കി വിടാനാ. അതുകൊണ്ട് ഈ ജോലി എന്നെ കൊണ്ട് പറ്റുകയല്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്തി ഒന്ന് വർത്തമാനം പറഞ്ഞ് ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ അവള് പറഞ്ഞു, എന്നാ ശരി തിരുമേനി, ഇപ്പം സമ്മതിച്ചു തരാം. ഞാൻ തിരുമേനി തന്നെ അവനെ വിളിച്ച് പറ. ഞാൻ നോക്കിയപ്പോൾ സീനിയർ അച്ഛന്മാർ എന്നോട് പറഞ്ഞു, തുടക്കമല്ലേ തിരുമേനി തുറണ്ട, ഞങ്ങൾ ആദ്യം ഒന്ന് തൊട്ടു നോക്കാം. ഞങ്ങൾ തൊട്ടു നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നു എന്ന് കാണുന്നു എങ്കിൽ തിരുമേനി തൊട്ടാൽ മതി. ഒരു ദിവസം ഭദ്രാസനത്തിലെ ഒരു വലിയ സീനിയർ മോസ്റ്റ് ഭീഷണിയും വേറെ 2 അച്ഛന്മാരെയൊക്കെ എഴുതി ഒരല്പം കൗൺസിലിംഗ് അറിയാവുന്ന ഒരാളെ കൂടി ഇരുത്തി ഇവരെ രണ്ടുപേരെയും കൂടെ വരുത്തി. 10 മിനിറ്റ് പോലും സംസാരിക്കേണ്ടി വന്നില്ല. രണ്ടും കൂടെ ഇവരുടെ ഊമ്പി വെച്ച് അടി വെച്ച് അവൻ എഴുന്നേറ്റ് ഒറ്റ ഓട്ടം കൊടുത്തു. ഇനി എന്നെ മേലാ വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി തൊടുകയെ വേണ്ട, അവരെവിടെയെങ്കിലും പോയി അഴിച്ചോണ്ട് വരട്ടെ, അതിനുശേഷം ഞാൻ ഒപ്പിട്ട് പാവാക്കി വിടാം. അതേ നടക്കുള്ളൂ, വേറെ മാർഗമില്ല. എവിടെയെങ്കിലും പോയി അഴിച്ചോണ്ട് വരട്ടെ, അതിനുശേഷം ഒപ്പിട്ട് പാവാക്കി വിടാം. കെയറിങ് ഇല്ല, പരസ്പര കെയറിങ് ഇല്ല. ഈ TV-യിലെ പരസ്യങ്ങളിലൊക്കെ ഈ ചിലതൊക്കെ ഒത്തിരി മുഴുവൻ കളിപ്പീരാണ്, എന്നാൽ ഈ ചിലതൊക്കെ നല്ലതുണ്ട്. നിങ്ങൾ വിചാരിക്കണം, ഈ തിരുമേനി കൊള്ളാമല്ലോ, TV-യിലെ പരസ്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല വല്ലപ്പോഴൊക്കെ ഈ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും TV ഓൺ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ടിനെ ഫോണിലൂടെ വിളിച്ചിട്ട് അവരുടെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ചായയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങളത് കണ്ടു കാണും. എല്ലാവരും മനസ്സിലായി ഞാൻ പറഞ്ഞോണ്ടേ. അവളുടെ ഹസ്ബൻഡ് മറ്റേ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഉണ്ടാക്കും, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന കഥയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ അവനൊരു നല്ല ചായ, അതായത് ഇവരുടെ ഭർത്താവ് ഒരു നല്ല ചായ ഉണ്ടാക്കി അവരുടെ കൈ കൊണ്ടുകൊടുത്ത്. ഫോൺ വിളി തീർന്നതിന് മുമ്പ് തന്നെ. പക്ഷെ മനസ്സിലായി അത് കള്ളഫോണായിരുന്നു. അപ്പുറത്തൊന്നും ഫോണൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വെറുതെ ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വിളിച്ചതാണ്. എന്തായാലും ഈ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, എടി അവരുടെ ഹസ്ബൻഡ് നല്ലതുപോലെ ചായ ഉണ്ടാക്കുവോ? കൊണ്ട് ഇവളുടെ മറുപടി, നീയാണ് ബെസ്റ്റ്. സ്വന്തം ഭർത്താവിന് നോക്കിയാ. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ വല്ലപ്പോഴും എങ്കിലും അങ്ങോട്ട് നോക്കി പറയണം, നീയാണ് ബെസ്റ്റ്. ആവശ്യമാണ്.
നീയാണ് ബെസ്റ്റ്. അവരുടെ ഭർത്താവല്ല, നീ തന്നെയാണ് ബെസ്റ്റ്. അവന്റെ ഭാര്യയല്ല, നീ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നതായ ഒരു പാഠത്തെ ഞാൻ കണ്ടു. ബാക്കി അത് നെഗറ്റീവ് വശങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. നിങ്ങൾ ആരും വീട്ടിൽ പോയിട്ട് ഭർത്താക്കന്മാർ വേറെ വല്ലവരുടെ ഭർത്താക്കന്മാരെ അത് വിളിച്ചു കളയരുത്. അത് പറയാനല്ല ഞാൻ ഈ പറഞ്ഞേ. സ്വന്തം ഭാര്യയെ നോക്കി, സ്വന്തം ഭർത്താവിനെ നോക്കി, യു ആർ ദ ബെസ്റ്റ്, നീയാണ് ബെസ്റ്റ് എന്ന് പറയുന്നതായ ഒരു കുടുംബജീവിത ക്രമീകരണത്തിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അതാവശ്യമാണ്. ഡെയറിങ് അതിന്റെ ഭാഗം തന്നെയാണ് കെയറിങ്ങും ഡിയറിങ്ങും. അതാണ് കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ സ്നേഹമാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോടാണ് എന്റെ ചോദ്യം. ഭാര്യമാരോടാണ് ചോദ്യം. അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുപോലെ ഒരു ഭാര്യയോട് ചോദിച്ചു, അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭർത്താവിന് തന്നെ വേണമോ എന്ന്. ഉടനെ ഭാര്യ പറഞ്ഞു, പറവോനു ഞാൻ ഇനി അടിമയല്ല. അച്ഛന്മാരുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതായിരുന്നു. ഇതാണ് സ്ഥിതി. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഓരോ ദിനവും മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടം കുറയുന്നു. ഇഷ്ടം കുറയുന്നു. So these four constituents are to be there in our family life: adoring, bearing, caring and hearing. അങ്ങനെയാകുമ്പോൾ അസ്ഥിയിൽ മാംസം വെച്ച് പിടിക്കപ്പെടും. അസ്ഥിയോടും മാംസത്തോടും ജീവനുള്ള ശ്വാസമൂതും കുടുംബത്തെ ഉണർന്നു നിൽക്കുന്നതായ, ഉയർന്നു നിൽക്കുന്നതായ ഒരു സൈന്യമാക്കി മാറ്റുവാനായി സാധ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അടുത്ത ടയറിലേക്ക് പോവുകയാണ്. കുടുംബജീവിതത്തിന്റെ ചില അംശങ്ങളെ മാത്രമാണ്, അത് വളരെ ചുരുക്കമായി പറഞ്ഞത്. അടുത്ത ടയർ സിസ്റ്റം സഭാജീവിതമാണ്. എന്താണ് സത്യത്തിൽ സഭാജീവിതത്തെ നാം കാണുമ്പോൾ നമുക്കിന്ന് നിർവചിക്കുവാനുള്ളത്? വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധ സഭയെ കുറിച്ച് വളരെ നല്ല നിർവചനങ്ങളും രൂപകങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 12-ാം അധ്യായം, റോമാലേഖനം 12-ാം അധ്യായം, എഫീസ് ലേഖനം 5-ാം അധ്യായം, വെളിപാട് പുസ്തകം പല ഭാഗങ്ങൾ, ഇവിടെയൊക്കെ സഭയെ കുറിച്ച് ചില വ്യക്തമായ നിർവചനങ്ങളുണ്ട്. സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നു, സഭ ദൈവത്തിന്റെ ആലയമാകുന്നു, സഭ വിശുദ്ധരുടെ സമൂഹമാകുന്നു, സഭ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നു, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന യെരൂശലേം നഗരമാകുന്നു. ഇങ്ങനെ ധാരാളം നിർവചനങ്ങൾ, രൂപകങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ സഭയെക്കുറിച്ചുണ്ട്. ഇവയെല്ലാം അപഗ്രഥിക്കുമ്പോൾ, ഇവയ്ക്കൊക്കെ ശരിയായ വ്യാഖ്യാനം നൽകുമ്പോൾ ഈ രൂപകങ്ങൾ പ്രാവർത്തികമാകുന്നത് സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെയാണ്. സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെയാണ് ഈ രൂപകങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്ത്? സഭാപിതാക്കന്മാർ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്ന ജീവിതക്രമം അനുസരിച്ച് ക്രിസ്ത്യാനികൾ സഭാമക്കളാകുന്നുവെങ്കിൽ കൗദാശിക ജീവിതമുള്ളവരായിരിക്കണം, നിർബന്ധമാണ്. പരിശുദ്ധ മാമോദീസ മുതൽ ശവസംസ്കാരം വരെയുള്ള വ്യക്തിഗതമായ കൂദാശകളിലൂടെയാണ് ഒരു വിശ്വാസി കടന്നു പോകുന്നത് തന്റെ സഭാജീവിതത്തിൽ. ഏത് തൊട്ടാലും അത് കൂദാശയാണ്, ഏത് കാര്യങ്ങൾ ചെയ്താലും അത് കൂദാശയാണ്. പരമമായ കൂദാശ ക്രിസ്തുവാണ്. പരമമായ കൂദാശിയായ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ക്രൈസ്തവ ജീവിതം കൗദാശികമാകുന്നു, സഭാജീവിതം കൗദാശികമാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. 1 പത്രോസ് 3:14. ക്രൈസ്തവ ജീവിതം കൗദാശികമാകുന്നു എന്ന് ഉറപ്പിക്കുന്നതായ ഒരു വേദഭാഗമാണ്.
എനിക്കറിയാൻ മേല. നിങ്ങളൊക്കെ നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ടോ? കുഞ്ഞുങ്ങളെ, ജീവിതം കൗതാശികമാണ് എന്ന് ഓർമ്മപ്പെടുത്താറുണ്ടോ? വിട്ടിരിക്കുന്ന പാട്ടുകാരോടാ എൻ്റെ ചോദ്യം. അങ്ങോട്ട് നോക്കാൻ നോക്കുന്നു. നിങ്ങളുടെ ജീവിതം കൗതാശികമാണ്. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. നിങ്ങളുടെ ജീവിതം ത്രിയേക ദൈവത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതം വിശുദ്ധരോട് ചേർന്ന് നിൽക്കുന്നതാണ്. കൂദാശകൾ എന്ന് വിളിക്കപ്പെടുന്നതായ കർമ്മങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് വളരുന്ന ദൈവമക്കളാണ് എന്ന് പറയാറുണ്ടോ? ഉണ്ടോ? വലിയ അനക്കൊന്നുമില്ല. അതേസമയം വേറൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ അറിയിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഹലോ, രക്ഷിക്കപ്പെട്ടതാണോ? കേട്ടോ, ആണ്. എളുപ്പം പറഞ്ഞു. അത് കേൾക്കാൻ കൊള്ളാവുന്നതാ. പെട്ടെന്ന് കേൾക്കാൻ കൊള്ളാം, ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾക്കാൻ കൊള്ളാം. നമുക്ക് വേണ്ടത് ഈ സൂത്രപ്പണികളാണ്. പെട്ടെന്ന് കേൾക്കാൻ കൊള്ളതിനെ പെട്ടെന്ന് പിടിച്ചോളും. അങ്ങനല്ലേ? ഇപ്പം മാവ് കുഴയ്ക്കണോ? വേണോ? വേണ്ട. ഇടിക്കണോ? വേണ്ട. ഈവൻ കുക്ക് ചെയ്യണോ? വേണ്ട. ഇവിടെ നല്ല മാളുണ്ടെങ്കിൽ, സൂപ്പർ മാർക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എംബാം ചെയ്ത സുന്ദരം ചപ്പാത്തി കിട്ടും. കറിയും അതിനപ്പുറത്തെ പാക്കറ്റിൽ കാണും. രണ്ടും കൂടെ എടുത്ത് കഴിക്കുന്നതിനോടാണ് കൂടുതൽ ഇഷ്ടം. ആദ്യം പറഞ്ഞതിനോടാണോ ഇഷ്ടം? ആണോ? അല്ല. നമ്മുടെ ജീവിതം ഇപ്പൊ അങ്ങനെയാണ്. കൂദാശകളിലുള്ള സംസർഗം വേണ്ട, കൂദാശ ജീവിതം വേണ്ട, യാമപ്രാർത്ഥനകൾ വേണ്ട. സഭകൾ പലപ്പോഴും സംഘടനകളായി മാറുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായി സഭകൾ സംഘടനകളാവുകയാണ്. ക്രൈസ്തവ സഭകൾ സംഘടനകളാകുന്നു. എക്സ്റ്റാറ്റിക്കാണ്. ഇപ്പൊ എക്സ്റ്റസിയാണ് കൂടുതൽ. നിങ്ങളുടെ തിരുമേനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോ വന്നപ്പോ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇല്ലേ? നിങ്ങളുടെ തിരുമേനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലല്ലേ? ഞാനാണെങ്കിൽ ഇച്ചിരി സ്ലോയുമാണ്. ഞാൻ തിരുമേനി കൂടെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തിരുമേനി ഒരു മൈൽ മുന്നിൽ ചെന്നെങ്കിൽ മാത്രമേ ഞാൻ ഒരു മൈൽ തുടങ്ങത്തുള്ളൂ. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ആ സ്പീഡ്. ബോംബെയിലൊക്കെ പോയിട്ട് വന്നോണ്ടാന്ന് തോന്നുന്നത്. സ്പീഡ് തിരുമേനിയുടെ നടത്തേ മാത്രമേ ഉള്ളൂ. പക്ഷെ തിരുമേനിയുടെ ആരാധനയും ജീവിതക്രമവും എല്ലാം കൗദാശികമാണ്. കൗദാശികമായി വളരെ ഭംഗിയായി കാര്യങ്ങളെ നിർവചിക്കുന്ന ഒരു പിതാവാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതം എക്സ്റ്റാറ്റിക് ആവുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് നെറ്റിൽ കണ്ടു, എവിടെയാണെന്ന് എനിക്കറിയാൻ മേല, ഇതുപോലൊരു കൺവെൻഷൻ യോഗം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതെല്ലാം കൈ രണ്ടും മേലേക്ക് ഉയർത്തിയിരിക്കുന്നു. നിൽക്കുന്നവർ കൈ ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല, രണ്ടു വശത്തേക്കും എന്തോ ഈ ചെയ്യുന്നേ? ഞാനിപ്പോ ചെറുതായിട്ടേ ആടിയോള്. ഇത്രയൊന്നും അല്ല ആട്ടം കൂടുതലാ. ഒരു വയസ്സ് 70, 75, 80 വയസ്സുള്ള ഒരു അമ്മച്ചി നല്ലതുപോലെ തുള്ളുന്നു. ഈ അമ്മച്ചിക്ക് ഇത്രയും ആരോഗ്യമോ? ഞാൻ നോക്കിയപ്പോഴാ അപ്പോ സ്റ്റേജിൽ നിൽക്കുന്ന മെത്രാച്ചന്മാരും തുള്ളുന്നു. അതാ രസം. സ്റ്റേജിൽ നിൽക്കുന്ന മെത്രാച്ചന്മാരും ഡാൻസ് ആടുകയാണ്, നൃത്തമാടുകയാണ്, പാമ്പാട്ട് നടത്തുകയാണ്. സ്റ്റേജിൽ നിൽക്കുന്ന മെത്രാച്ചനും അച്ഛനും ഉപദേശിയും താഴെ നിൽക്കുന്നവരും എക്സ്റ്റാറ്റിക് ആവുകയാണ്. ഭൂമിക്ക് അനക്കവുമില്ല, പക്ഷെ അവരനങ്ങുന്നുണ്ട്, നല്ലപോലെ അനങ്ങുന്നുണ്ട്. ഭൂമിക്ക് അനക്കവുമില്ല, അന്തരീക്ഷത്തിന് അനക്കവുമില്ല, അവർ നല്ലതുപോലെ അനങ്ങിയാണ്. അനങ്ങി അവസാനം ഈ ഭൂമിയുടെ താളത്തെ വികൃതമാക്കി ഒരു പരുവമാക്കി കഴിയുമ്പോൾ അസ്ഥിക്ക് സമാനമാകും സഭ അസ്ഥിക്ക് സമാനമാകും. വിശുദ്ധ കുർബാനയിൽ തുടക്കം മുതൽ അവസാനം വരെ കർത്താവായ യേശു തമ്പുരാന്റെ രക്ഷണ്യ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായി നിയോഗമുള്ള നാം അതിൽ പങ്കെടുക്കാതെ അത്യാവശ്യം ഒരു പേരിന് വേണ്ടി വിശുദ്ധ കുർബാനയുടെ ഏതെങ്കിലും ഒരു അറ്റത്ത് പോയി തന്നതിന് ശേഷം കുർബാന തീർന്നാൽ ഉടൻ തന്നെ
അങ്ങോട്ടോ ഇങ്ങോട്ടോ നെട്ടോട്ടോ ഓടുന്നതായ രീതി ഉണ്ടായെങ്കിൽ അത് ആട്ടത്തിന് തുല്യമാണ്, അസ്ഥിക്ക് തുല്യമാണ്, ഉണങ്ങിയ അസ്ഥിക്ക് തുല്യമാണ്, ജീവനില്ലാത്ത അവസ്ഥയാണ്. കണ്ടാൽ ജീവനുണ്ട് എന്ന് തോന്നിയാലും ദൈവസന്നിധിയിൽ ജീവനില്ലാത്ത അവസ്ഥയായി മാറുന്നു. ഏത് സദസ്സിലും കയറി ചെന്ന് കയ്യടി വാങ്ങാം എന്ന് കരുതുന്നതായ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇത് ധാരാളമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് എനിക്ക് ആരോ അയച്ചു തന്നൊരു ക്ലിപ്പിക്കാം. ഒരു മെത്രാശൻ കോട്ടയത്ത് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു കൊമേഡിയൻ രാഷ്ട്രീയ നേതാവാണ്, ഏതോ കാര്യത്തിനൊരു സമരം നടത്തുന്നുണ്ട്. അവിടെ നല്ല ചുവന്ന ഉപ്പായൊക്കെ ഇട്ട് ആ ചുവന്ന ഉപ്പായതിന്റെ മണ്ടയ്ക്ക് ഒരു നല്ല തോർത്തുമൊക്കെ വിരിച്ച് നിന്ന് ഈ രാഷ്ട്രീയ നേതാവിനെ വാനോളം പുകഴ്ത്തി പ്രസംഗിക്കുകയാണ്. അത് ഞാൻ കണ്ടത് ടി വിയിലാണ്. ടി വിയിൽ ഇപ്പൊ ഒരു പരിപാടിയുണ്ട്, എന്തുവാ, ചിത്രം വിചിത്രമോ, ടി വിയിൽ ഏതോ ഒരു ന്യൂസിലുണ്ടല്ലോ, തിരുവായ തിരുവായോ, ഇങ്ങനെ ഏതാണ്ട് പരിപാടി. ചിത്രം വിചിത്രമാണോ തിരുവായ തിരുവായാണോ എന്ന് അറിയാൻ മേല. ഈ മെത്രാച്ചനെ ഈ ചിത്ര വിചിത്രത്തിലൂടെ നല്ലതുപോലെ ടി വി അവതാരകർ കൊല്ലുന്നതാണ് ഞാൻ കണ്ടത്. രാഷ്ട്രീയ നേതാവിനെ നോക്കി രാഷ്ട്രീയ നേതാവ് ഇദ്ദേഹം പറയുകയാണ്, ഇതുപോലെ കറ പുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആര് പറയാ? മെത്രാച്ചൻ പറയാം. കോട്ടെ ചിത്രം വിചിത്രത്തിൽ വേറെ ആരുടെ ഡയലോഗാ, ഈ ആള് തന്നെ തട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ തന്നെയാണോ കളിയാക്കിയിരിക്കുക, അവനവൻ ചെല്ലിനടുത്ത് ചെല്ലാവൂ, പോകരുത്, അത്രത്ത് പോകരുത്, പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യമേ പറയാവൂ, പറയുന്നകത്ത് പറയരുത്. സൂക്ഷിച്ച് സംസാരിക്കുവാൻ പഠിക്കേണ്ടവരാണ് ക്രൈസ്തവ നേതാക്കന്മാർ. അത് കണ്ടു വേണം വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ. സഭ ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടമാണ്. എവിടെയും കയറി ചെന്ന് ആരുടെയും കൈയ്യടി വാങ്ങുവാൻ വേണ്ടി 10 പേരുടെ മുമ്പാകെ വിരസനിക്കുവാൻ വേണ്ടി പാടുപെടുന്നതായ സഭാ നേതാക്കന്മാരുടെ സംഘടന. അതെയാണ് ഞാൻ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയെ കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല. നമ്മുടെ ഇന്നത്തെ ജീവിതക്രമങ്ങളിൽ നാം കാണുന്ന കാഴ്ചയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഉണങ്ങിയ അസ്ഥികൾ ആകാതിരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാന് 2-3 മാസത്തിന് എനിക്ക് തോന്നുന്നു ഡിസംബർ മാസമായിരിക്കും. ഡിസംബർ മാസത്തില് ഇതിലേ കൂടെ കൊട്ടാരക്കര വഴി പോയപ്പം ഒരു ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്ന കണ്ടു. എനിക്ക് ഭയങ്കര തമാശ തോന്നി ആ ഫ്ലെക്സ് ബോർഡ്. നമ്മുടെ തിരുമേനി ആ ഫ്ലെക്സ് ബോർഡിൽ ചിലയിടത്തൊക്കെ ഏറ്റവും മുകളിലാണ്. വേറെ ചില ഫ്ലെക്സ്, സെയിം വിഷയം ഒന്ന് തന്നെയാണ്. വേറെ ചില ഫ്ലെക്സ് ബോർഡിൽ തിരുമേനി ഇടയ്ക്കാണ്, വേറെ ചില നേതാക്കന്മാരൊക്കെ സൈഡിലുണ്ട്, വേറെ 2-3 തിരുമേനിമാരുണ്ട്. വേറെ ഫ്ലെക്സ് ബോർഡിൽ തിരുമേനി താഴെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? തിരുമേനി കാണുന്ന സ്ഥലത്തൊക്കെ തിരുമേനിയുടെ പേര് മേളില്, മറ്റേ തിരുമേനി ഉള്ളിടത്ത് ആ തിരുമേനി മേളിൽ, പിന്നെ ഇവിടുത്തെ MLA ഉള്ളിടത്ത് MLAയുടെ സ്ഥാനം മേളിൽ. ഇതാണ് ആ ഫ്ലെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ ഞാനും തിരുമേനിയും ഒക്കെ ആർക്കും അറിയാതെയൊക്കെ ചെന്ന് വീഴുകയാണ്. എന്റെ പടവും ഇങ്ങനെ നിങ്ങൾ ചിലപ്പം കണ്ടത് വരും. ഞാനിപ്പോൾ കൊട്ടാരക്കര കണ്ട കാഴ്ച പറഞ്ഞത്, നിങ്ങൾ ചെന്നൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില കഥകൾ എന്നെക്കുറിച്ചും കാണാനോട്ട് കഴിയും. തിരുമേനി ആ പടം കണ്ട് കാണത്തില്ല. ഞാൻ കണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. തിരുമേനിയോട് അത് ഷെയർ ചെയ്തുമില്ല. ഇപ്പൊ ഓർമ്മയിൽ വന്നത് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞതേ ഉള്ളൂ. തിരുമേനിയെ മോളിലിരുത്തിയിട്ടുണ്ട്, തിരുമേനിയെ ഇടക്കാക്കി, തിരുമേനിയെ താഴെയാക്കി, തിരുമേനിയുടെ മോളിലേക്ക് വേറെ ചില ആളുകളൊക്കെ കയറിയിരിപ്പുണ്ട്. ഇത് ഒരു പ്രതിഭാസമാണ്. സഭയെ സംഘടനയായി കാണുന്ന, സഭയെ ഉണങ്ങിയ അസ്ഥിയായി കാണുന്ന ആളുകളുടെ മനസ്സിൽ ഉദിക്കുന്നതായ വികാരമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ സഭയെ ക്രിസ്തുവിന്റെ ശരീരമായി കാണുവാനും, സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി കാണുവാനും, സഭയെ ദൈവത്തിന്റെ ആലയമായി കാണുവാനും, സഭയെ വിശുദ്ധരുടെ സമൂഹമായി കാണുവാനും സഭാമക്കൾ പഠിച്ചിരിക്കണം. കൂദാശകളിൽ കൃത്യമായി പങ്കെടുക്കുന്നതായ ജീവിതക്രമം ഉണ്ടാകണം. അധിക പരസ്യങ്ങൾ ഉള്ളിടത്തേക്ക് ഓടിച്ചാടി കയറി ചെല്ലാതെ സൂക്ഷിച്ചു കൊള്ളണം. അത് ഞാനായാലും നിങ്ങളായാലും. അത് ഇന്നത്തെ ലോകത്തിൽ അപകടം കൂടുതൽ ഉണ്ടാക്കുന്നതാണ്. 3ാമത്തെ ടയർ സിസ്റ്റത്തിലേക്ക് പോവുകയാണ് ഇസ്രായേൽ ജനത മുഴുവൻ.
ഇസ്രായേൽ ജനത മുഴുവൻ, ഇസ്രായേൽ ഗ്രഹം മുഴുവൻ. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. അസ്ഥികൾ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത മുഴുവൻ ഒരു ഗ്രഹമായി നിന്ന്, ഒരു സാമ്രാജ്യമായി നിന്ന് ചീഞ്ഞനാറിയ അവസ്ഥയിൽ ആയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒന്നിനും കൊള്ളാതെ, വളത്തിന് പോലും കൊള്ളാതെ, വെള്ളം മുഴുവനും അതിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട് ഇങ്ങനെ ജീവന്റെ അംശം ഒട്ടുമേ ഇല്ലാത്തതായ ഒരവസ്ഥയിൽ വന്നിരിക്കുന്നു. എഫേസ്യരിലെ 11-ാം വാക്യത്തിൽ, 37-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ പറയുന്നു, ഞങ്ങളുടെ ആസ്തികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ആസ്തികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാം വാക്യം. ഏകദേശം ഇതുപോലെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായ ആളുകളുടെ കൂട്ടമായി ലോകം മാറിയിരിക്കുന്നു. സംഘർഷപൂരിതമായ ലോകം. ഈ 2-3 ദിവസം അല്ലെ ഏകദേശം ഒരാഴ്ചയായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ പരിശോധനയേക്കാൾ കൂടുതൽ പരിശോധനയിൽ. ഞാനിന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ വന്ന് ഇറങ്ങുമായിരുന്നു. സാധാരണ വരുമ്പം ബോർഡിംഗ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറഞ്ഞ് എക്സ്റേയിലൂടെ കടത്തി വിടുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബോർഡിംഗ് കാർഡ് പഞ്ച് ചെയ്ത് ഫ്ലൈറ്റിൽ കയറുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത സമയത്ത് ഏകദേശം 1-2 ആഴ്ചയായി, ഇന്ന് ഉൾപ്പെടെ, നാളെ കൂടുതലായിരിക്കും, നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് കൂടുതലായിരിക്കും, ഈ സെക്യൂരിറ്റി ചെക്കപ്പ് കൂടുകയാണ്. എന്നെയാണെങ്കിൽ നല്ലതുപോലെ ഒഴിഞ്ഞാണ് വിട്ടതെന്ന്. ഒഴിഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, നമ്മുടെ അമ്മച്ചിമാര് ഈ കണ്ണു വിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുളകൊക്കെ എടുത്ത് അടുപ്പിലൊക്കെ ഇട്ടതിന് ശേഷം അത് നമ്മുടെ മുഖത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കി തിരിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മുടെ ദേഹത്തുള്ള കണ്ണൊക്കെ മാറാൻ വേണ്ടി. എന്ന് പറഞ്ഞതുപോലെ എയർപോർട്ടിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ എന്നെ അങ്ങോട്ട് പിടിച്ചു നിർത്തി വളരെ ഭംഗിയായിട്ട് എന്റെ തലയിലൂടെ ഒരു 4 കറക്കമൊക്കെ ഇറക്കി. ഇതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടാ നോക്കിയതേ. 4 കറക്കം ഇറക്കി. എന്റെ കുപ്പായത്തിൽ അങ്ങും ഇങ്ങും എല്ലാം ഓടിച്ചു, വണ്ടി ഓടിച്ചു. ഇവിടെ ഒക്കെ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് കിണാന്ന് അടിച്ചു. അവിടെ പ്രശ്നമായി. കുപ്പായത്തിൽ അങ്ങും ഇങ്ങും ഒക്കെ ബെൽറ്റിൽ ക്ലിപ്പുണ്ട്, ഇട്ടിരിക്കുന്ന ഉടുപ്പിനകത്ത് ക്ലിപ്പുണ്ട്, കൈ കെട്ടിരിക്കുന്ന വാച്ച് ഇരുമ്പാണ്. ഇതിനെ കൂടെ ഒക്കെ ഈ സാധനം പോകുമ്പോൾ പറഞ്ഞ് അവൻ ചോദിക്കും, വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദിസ്? I said, it is a button, it is a clip, this is my watch. ഞാനെല്ലാം പറയുന്നത്. അങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ. ഇപ്പൊ കൂടി. എന്താ കാരണം? മേത്രാജനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, കണ്ടാൽ എല്ലാത്തിനെയും നോക്കിയാലും കള്ളലക്ഷണമാണ്. ആ പരുവായി. അതാ കാരണം. എന്റെ മുഖത്തോട് നോക്കിയാൽ ഒരു കള്ളലക്ഷണമുണ്ട്. അതാ കാരണം. അതുകൊണ്ട് എന്നെ നേരെ പരിശോധിച്ച് മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. അമേരിക്കയിലൊക്കെ പോവാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഊരി കാണിക്കട്ടില്ല. എനിക്കറിയാൻ മേല എങ്ങനെയൊക്കെയാ അവർ ചെയ്യുന്നത്. ഇങ്ങനെ തലയിൽ കൂടെ കൈയൊക്കെ ഇട്ട് തടവിച്ചിട്ട് ആ കയ്യെ പിന്നെ വേറൊരു മെഷീനകത്ത് വെച്ച് നോക്കും, ഇവിടെ ഭൂമിന്റെ പൊടി വല്ലതും വെച്ചിട്ടുണ്ടോ നോക്കുന്ന. ഇതെല്ലാം ചെയ്യാറുണ്ട്. ഇതാണ് അവസ്ഥ, നമ്മുടെ അവസ്ഥ. എന്താണ് കാരണം? എസ്കോറോസ് കയറി ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയാലോ എന്നുള്ള ഭയമാണ്. ബോംബ് കൊണ്ട് കയറുന്ന ഭയമാണ്. ചെറിയൊരു ബോട്ടിൽ കൊണ്ട് കയറിയാൽ പിടിക്കും. ആകെപ്പാടെ പ്രശ്നമാണ്. കയറാനൊക്കെയല്ല. ഇതാണ് സ്ഥിതി. സംഘർഷപൂരിതം. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ലോകം. കേരളത്തിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. സെക്യൂരിറ്റി ചെക്കപ്പ് വേണ്ട. TV തുറന്നാൽ എന്തോ ഒരു കോമഡിയാണ്. ഒരു ദിവസം ബിജു രമേശ്, അടുത്ത ദിവസം ബിജു രാധാകൃഷ്ണൻ, 3-ാമത്തെ ദിവസം KM മാണി, 4-ാമത്തെ ദിവസം K ബാബു, പിന്നെ സരിതാ നായർ, പിന്നെ ഹരിതാ നായർ, പിന്നെ VS അച്യുതാനന്ദന്റെ നാടകം, കോടിയേരി ബാലകൃഷ്ണന്റെ നാടകം, ഉമ്മൻചാണ്ടിയുടെ നാടകം. ഇതിങ്ങനെ കണ്ട് ഇപ്പൊ സിനിമാ തിയേറ്ററിലൊക്കെ ആള് കുറഞ്ഞു എന്ന് ഞാൻ കേട്ടു. എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് ഈ കാഴ്ച കാണാൻ ആള് കുറഞ്ഞു. രാഷ്ട്രത്തിന്റെ സ്ഥിതി ഇതാണ്, സംസ്ഥാനത്തിന്റെ സ്ഥിതി ഇതാണ്. ഇപ്പം ആടുന്നു തുടങ്ങി. ഇലക്ഷൻ വരികയാണല്ലോ. എന്തുവാ? വിമോചന യാത്ര, നവകേരള യാത്ര,
ജനരക്ഷായാത്ര, വിപ്ലവയാത്ര, എത്ര യാത്രയുണ്ട്? എത്ര യാത്രയുണ്ട്? എന്തോ വിഷയം? കേരളത്തിലെ ജനതയെ ഉദ്ധരിക്കുവാൻ 4, 5, 6 രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പാവപ്പെട്ട ജനത്തിന് വഴിമുടക്കി കവലപ്രസംഗങ്ങൾ നടത്തി, ഇല്ലാത്ത കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ് ജനരക്ഷായാത്രയെന്നും വിമോചന യാത്രയെന്നും അല്ലാത്ത യാത്രയെന്നും ഇല്ലാത്ത യാത്രയെന്നും പേരിട്ട് സമൂഹത്തെ കൊല്ലുന്നതായ ഉണങ്ങിയ അസ്ഥികൾക്ക് സമമായി നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുന്നു. എന്നെ ഇതങ്ങ് വിട്ടേക്കണേ. ഇവിടെ രാഷ്ട്രീയക്കാരുടെ റിപ്പോർട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി ഇയാൾക്ക് ഇന്നൊരു പണി കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി ഇതാണ്. സംസ്കാരങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി, ഇത് വളരെ പ്രശ്നമാണ്. അരമനയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ സാധാരണ TV ഇടാറുള്ളത്. അല്പസമയം ആ സമയത്തെ എന്തെങ്കിലും ഒന്ന് TV വാർത്ത കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അവതാരിക വന്നപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ ചോദിച്ചു, എടാ അത് പാൻ കിട്ടിട്ടില്ലയോ ആ പെങ്കൊച്ച്? ഞാൻ ചോദിച്ചു. അവിടെ ഇരിക്കുന്ന അച്ഛന്മാരും എല്ലാവരും ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു. ഉടനെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, തിരുമേനി ഉണ്ട്, അത് ലെഗിങ്സ് ആണ്. എന്തുവാ? കാലിന്റെ അതേ കളറിൽ കാലയിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സാധനം ശരീരത്തെ അതുപോലെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആള് വസ്ത്രം ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ തിരിച്ചറിയാൻ ഒക്കുന്നില്ല. ആ പരുവമായി. പള്ളിയിലും അതാണ്. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു, 2 തിരുമേനിമാർ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് കൈമുത്താൻ വന്നപ്പം ഒരു തിരുമേനി ഒരാളെ പിടിച്ചവിടെ നിർത്തി ഞാൻ കണ്ടു. എൻ്റെ മദ്രാസത്തിന്റെ കേട്ടോ. ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് രഹസ്യമായിട്ട് ചെവിയിൽ അവനോട് പറഞ്ഞു, മോനെ അടുത്ത ആഴ്ച വരുമ്പോൾ നേരെ വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്നത്. ഒരു ചെറുക്കനായിരുന്നു. സൗമ്യമായിട്ടാണ് തിരുമേനി പറഞ്ഞത്. ഞാൻ തിരുമേനി ചോദിച്ചു, അവനെ എന്താ അങ്ങനെയാണ് ഞാനിത് പറഞ്ഞത്. അവനോട് എന്താ പറഞ്ഞത് ചോദിച്ചാൽ പറഞ്ഞു, അടുത്ത ആഴ്ച വരുമ്പോൾ നല്ല വസ്ത്രം ഇട്ട്, പള്ളിക്ക് പറ്റിയ വസ്ത്രം ഇട്ടുകൊണ്ട് വരണമേ എന്നാണ് അവനോട് ഞാൻ സ്നേഹപൂർവ്വം പറഞ്ഞത്. കാരണം വഴക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ കയറി പോകണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല, സ്നേഹപൂർവ്വം പറഞ്ഞെന്ന് പറഞ്ഞു. ഇതാണ് ആരാധനാ കേന്ദ്രങ്ങളിലും പള്ളികളിൽ പോലും വസ്ത്രങ്ങൾ നേരെ ധരിച്ച് വരുവാനായി മടിക്കുന്ന തലമുറകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സംസ്കാരം എവിടെ പോയി നിൽക്കുന്നു? യുദ്ധസന്നാഹങ്ങളെ കുറിച്ച് സ്ഥിരം മുന്നറിയിപ്പുള്ള ഒരു ലോകത്തിൽ നാം ജീവിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിനും വരെ അവനവന്റെ സേഫ്റ്റിയെ കുറിച്ചും സെക്യൂരിറ്റിയെ കുറിച്ചും ഭയത്തോടുകൂടി മാത്രം ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. When there is peace in the heart, there is rest in life. ഹൃദയത്തിൽ എവിടെ സമാധാനമുണ്ടോ ജീവിതത്തിൽ അവിടെ റെസ്റ്റ് കിട്ടും. ഹൃദയ സമാധാനമുള്ളവർക്ക് റെസ്റ്റ് കിട്ടും, അല്ലാത്തവർക്ക് കിട്ടുകയില്ല. When peace is missing, hopelessness reigns. എവിടെ സമാധാനം നഷ്ടപ്പെടുന്നുവോ അവിടെ നിരാശയും പ്രത്യാശയില്ലായ്മയും വളരും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ്. മതസംഘടനകൾ ഇന്ന് രാഷ്ട്രീയ സംഘടനകളാണ്. ദൈവത്തെ വിളിക്കുന്നതിന് പകരമായി മതം മാറി മതമിളകി നിൽക്കുകയാണ് മതങ്ങൾ. മതം എന്ന പേര് മാറി മതമിളകി നിൽക്കുന്നു. നാം ആയിരിക്കുന്ന സമൂഹത്തിലെ മതങ്ങൾ, ക്രൈസ്തവ സഭ ഉൾപ്പെടെയുള്ളതായ മതങ്ങൾ ഇപ്പോൾ മതമിളകി നിൽക്കുന്നു എന്ന ഒരു രീതിയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ സഭയും ഓരോ സമുദായവും ഓരോ മതവും ഇപ്പൊ പെതുക്കെ ഏതെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി അതിനകത്ത് കയറി പിടിച്ച് അവകാശങ്ങൾ നേടിയെടുക്കാന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്ന വിളിയും നിയോഗവും മനസ്സിലാക്കാതെ മുന്നോട്ട് ചാടി ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഇത് തിരിച്ചറിയുവാനായി നമുക്ക് സാധ്യമാണ്. ഞാൻ എൻ്റെ വാക്കിനോട് ഉപസംഹരിക്കട്ടെ. CD രാജനത്തിന് 8:30 മണിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഉണങ്ങിയ അസ്ഥികളുടെ ക്രമത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് വ്യക്തിയിൽ, കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ എല്ലായിടവും ഈ ഉണങ്ങിയ അസ്ഥികൾ ഇങ്ങനെ നിലനിൽക്കുന്നു. ഇവിടെ യഹോവയായ ദൈവം തമ്പുരാൻ ഈ പ്രവാചകനെ താഴ്വരയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയതിനു ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? മറുപടി ഉണ്ട്, കർത്താവേ നീ അറിയുന്നു.
കർത്താവേ നീ അറിയുന്നു. ശരിയാണ്, എനിക്ക് മറുപടി അറിയാൻ ഒക്കെയല്ല. ഉണങ്ങിയ അസ്ഥിയുടെ മുമ്പാകെ കൊണ്ട് നിർത്തിയിട്ട് ഇവ ജീവിക്കുമോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത്ഭുത പ്രവർത്തകനായിട്ട് എനിക്കൊരു നാടകം കളിക്കാം, ഇപ്പൊ ജീവിച്ച് കാണിക്കാം എന്നൊക്കെ പറഞ്ഞു തരാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടുള്ള ഒരു ഉപദേശി, വെള്ളപ്പാണ്ടുള്ള ഒരു പെണ്ണിന്റെ സൗഖ്യം എവിടാ പിന്നെ കാലയിലുള്ള വെള്ളപ്പാട്ട് സൗഖ്യമാക്കിയതായി ഇങ്ങനെ നെറ്റിലൂടെ ഓടുന്നുണ്ട്. കാലാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ. അതിന് മറുപടിയായിട്ട് ഇങ്ങനെ കമന്റ്സ് എഴുതിയിട്ടുണ്ട്, എന്നാ പിന്നെ നീ നിന്റെ പാട്ടിനൊക്കെ സൗഖ്യമാക്കി കൂടെയാണ്. അങ്ങനെ എനിക്ക് വിളിച്ച് പറയാം, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുന്നത് യഹോവയെ നീ അറിയുന്നു. എനിക്കറിയാൻ മേല. കർത്താവേ നീ അറിയുന്നു. കർത്താവിന്റെ മറുപടി ശ്രദ്ധേയമാണ്, യഹോവയുടെ മറുപടി ശ്രദ്ധേയമാണ്. നീ 2 കാര്യം ചെയ്യണം, 2 പ്രാവശ്യം പ്രവചിക്കണം. അവയോട് നീ പ്രസംഗിക്കണം, പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം പ്രസംഗിക്കണം. കാരണം അവ 36-ാം അധ്യായം 35-ാം അധ്യായം ഒക്കെ വായിക്കും, നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇസ്രായേൽ മക്കൾ കഠിനമായ വേദനയിലായി. ആദ്യമൊക്കെ ദൈവത്തെ കുറ്റം പറഞ്ഞുവെങ്കിലും പതുക്കെ പതുക്കെ അവരുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ബോധമുള്ളവരായി. അവരുടെ അവസ്ഥയെക്കുറിച്ച് അവർ അപഗ്രഥിച്ചു, തങ്ങളുടെ തെറ്റുകളെ അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ ദർശനത്തിൽ യഹോവയായ ദൈവം തമ്പുരാൻ പ്രവാചകനോട് പറയുന്നു, നീ അവയോട് പ്രവചിച്ചു പറയുക, നിങ്ങളുടെ അസ്ഥികൾ ഒരുമിച്ച് കൂടും, മനുഷ്യ രൂപങ്ങളായി മാറും. അതാണ് ആദ്യത്തെ പ്രവചനം. പ്രവചനം ഉണ്ടാകണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം, പ്രത്യാശയ്ക്കുതകുന്നതായ നൽവരങ്ങളെ പ്രദാനം ചെയ്യുകയും വേണം. ഇത് 2 കൂടി ആകുമ്പോഴേ ശരിയാകും. തെറ്റുകളെ ചൂണ്ടിക്കാട്ടി പ്രത്യാശ നൽകുന്ന ഉയർച്ചയിലേക്ക് വരുന്നതായ അനുഭവത്തിൽ കൊണ്ടുവരണം. ഇവിടെ യഹോവയായ ദൈവം ചെയ്തതാണ്. ഇസ്രായേൽ മക്കളുടെ തെറ്റുകളെ മുഴുവൻ ചൂണ്ടിക്കാണിച്ച് അവരെ കറക്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെ ജീവനുള്ളവരാക്കും. ആദ്യത്തെ പ്രവചനത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ അസ്ഥികളിൽ മാംസം ഒട്ടിച്ചു ചേർക്കപ്പെടും, നിങ്ങൾ മനുഷ്യരൂപങ്ങളായി മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞു. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അസ്ഥികളെല്ലാം കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഓരോ അതാത് അസ്ഥികൾ ചേർന്ന് മനുഷ്യരൂപം പ്രാപിച്ചു. ആ ശബ്ദത്തിൽ രൂപങ്ങൾ ഉണ്ടായതിനു ശേഷം യഹോവയായ ദൈവം വീണ്ടും പ്രവാചകനോട് പറയുകയാണ്, നീ അവയോട് വീണ്ടും പ്രവചിച്ചു പറയുക, 4 വശങ്ങളിലുള്ള കാറ്റെ ഊതുക. ഊതണം. അതിന് പിതാക്കന്മാർ കൊടുത്തിരുന്ന വ്യാഖ്യാനം അതാണ്. 4 വശത്തുമുള്ള ജനം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ആരാധനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്ന ഒരു പ്രൊസഷനുണ്ട്, മിക്കവാറും എല്ലാ ആരാധനയിലുണ്ട്. പ്രത്യേകിച്ച് വലിയ ശുശ്രൂഷകൾ, ഉയർപ്പ്, ക്രിസ്മസ് ഇങ്ങനെയുള്ള പെരുന്നാളുകൾ വരുമ്പോൾ നാം നടത്തുന്ന ഒരു കാര്യമുണ്ട്. 4 വശങ്ങളിലേക്കും ശ്രീവായുയർത്തി ആഘോഷിക്കും. മലാഹമാരുടെ സ്തുതിപ്പുകൾ ചൊല്ലിക്കൊണ്ട് 4 വശത്തേക്കും കർത്താവിന്റെ ശ്രീവായുയർത്തി ആഘോഷിക്കും. എന്തിന്? ലോകത്തിന്റെ 4 ഭാഗങ്ങളും ഒരുപോലെ വിശുദ്ധീകരിക്കപ്പെടണം. അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്നും പ്രാർത്ഥനയാകുന്ന കാറ്റ്, പരിശുദ്ധാത്മാവിന്റെ വിശ്വാസം ഈ അസ്ഥികൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മ വിശ്വാസം പ്രാർത്ഥനയിലൂടെ വരണം. ഈ 2 കാര്യങ്ങളും നീ ചെയ്യണം. ഞാൻ അവയ്ക്ക് മാംസം കൊടുക്കാം, ഞാൻ അവയെ മനുഷ്യരൂപങ്ങളാക്കാം, ഞാൻ അവയ്ക്ക് ജീവൻ നൽകാം. പക്ഷെ നീ ഇത് എനിക്ക് വേണ്ടി ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എന്നോടും നിങ്ങളോടും യഹോവയായ ദൈവം പറയുന്ന ഒരു ശബ്ദമാണ്. ഞാൻ നിങ്ങൾക്ക് മാംസം വെച്ച് പിടിപ്പിക്കും. പുരോഹിതനും മഹാപുരോഹിതനുമായ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നിയോഗം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികളായ നിങ്ങളുടെ ശരീരത്തിൽ മാംസം വെച്ചുപിടിപ്പിക്കുക എന്നതാണ്. അത് ദൈവികമായ ജീവനാണ്, ജീവനിലേക്കുള്ള വരവാണ്. അതിനുശേഷം ശാസനയെ 4 ഭാഗങ്ങളിൽ നിന്നും ഇവരുടെ മേലൂതി ഉണർന്നു നിൽക്കുന്ന വലിയ സൈന്യമായി മാറുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമേ എന്ന് ദൈവസഭയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ വാക്കിലൂടെ സ്മരിക്കട്ടെ. ഈ 2 നിയോഗങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ നൽകുന്നു. അത് നിങ്ങൾ എനിക്ക് നൽകുക. പ്രവചിക്കുക, പ്രാർത്ഥിക്കുക. പ്രവചനം ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിച്ചായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയും ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് ആയിക്കൊള്ളട്ടെ. നാം ശരിയായ രൂപങ്ങളാകും,
ശരിയായ ജീവൻ ആയി മാറുകയും ചെയ്യും. ഉണർന്നു നിൽക്കുന്ന സൈന്യമായി മാറും. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ അതിന് യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്യ തേവോദോറോസ് തിരുമനസിനോട്, മദ്രാസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛനോട്, ബഹുമാനപ്പെട്ട സി ഡി രാജനച്ഛനോട്, ഇവിടെ ആയിരിക്കുന്ന വൈദികരോട് നിങ്ങളെല്ലാവരോടുള്ളതായ സ്നേഹവാത്സല്യം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കൊട്ടാരക്കര പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ കാലഘട്ടങ്ങൾ മുമ്പേ സ്ഥാനം പിടിച്ച അനുഗ്രഹീതമായ ഒരു വചന ശുശ്രൂഷയുടെ 2ാം ദിവസം ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഭദ്രാസനാധിപൻ ഇന്നലെ ഇവിടെ സന്നിഹിതനല്ല എങ്കിലും ബോധത്തേക്കാൾ സുബോധമുണ്ടാകണമെന്നും ദൈവത്തോട് യാചിക്കുന്നതോടൊപ്പം ദൈവത്തിന് വിട്ടുകൊടുക്കുവാനുള്ള ഊർജം നമ്മൾ ആർജിക്കണം എന്നുള്ള ആഹ്വാനത്തോടു കൂടി ഇന്ന് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ സഭാമക്കൾക്ക് അനുഗ്രഹീതമായൊരു ദിശാബോധം നൽകി. ഈ ഭദ്രാസനത്തിൻ്റെ അമരക്കാരൻ ചുറുചുറുക്കോടെ നമ്മളെ നയിക്കുമ്പോൾ ഇന്ന് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാവിനോടുള്ള സ്നേഹാദരവുകൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ വിനയപുരസ്സരം തിരുമനസിൻ്റെ തൃപ്പാദങ്ങളിൽ അറിയിക്കട്ടെ. ചെന്നൈ ഭദ്രാസനാധിപനായി അറിയപ്പെടുന്നുവെങ്കിലും നമ്മുടെ ദേശക്കാരൻ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ പൂർവ്വ രാജ്യങ്ങളും ഒപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് വരെ പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ മലയാളികളും മലയാളക്കരയ്ക്ക് അപ്പുറവുമായി സഭാമക്കൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ ദിയസ്കോറോസ് തിരുമേനി മുൻപും നമ്മളോടൊപ്പം നമ്മുടെ മധ്യത്തിൽ വചന ശുശ്രൂഷയുടെ വേദി പങ്കിട്ടിട്ടുണ്ടല്ലോ. ഇന്ന് എഗസ്കേൽ പ്രവചനത്തിൻ്റെ അനുഗ്രഹീതമായ വരികളിലൂടെ മൂല്യച്യുതികൾ കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ട അത് നമ്മുടെ സമൂഹത്തെ താളം തെറ്റിക്കുമെന്നുള്ള അനുഗ്രഹീതമായ പ്രമാണം തൻ്റെ വാക്കുകളിലൂടെ ആത്മാർത്ഥമായി അവതരിപ്പിക്കുമ്പോൾ ഒടുവിൽ ഇങ്ങനെ അത് പൂർത്തീകരിച്ചു. ദൈവം തിരുവചനത്തിലൂടെ നൽകിയ പ്രവചനം അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയിൽ ആ പ്രവചന ശബ്ദങ്ങളെ ഹൃദയത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ള മനുഷ്യരുടെ വസിക്കുന്ന കുടുംബം സമാധാനത്തിൻ്റെ കുടുംബങ്ങളാകുമെന്നും അവരെ ദൈവം തമ്പുരാൻ ജീവിപ്പിക്കുമെന്നും അത് സമൂഹത്തിന് നന്മയ്ക്ക് മുഖാന്തരമാകുമെന്നും വളരെ ശ്രേഷ്ഠമായ വാക്കുകൾ കൊണ്ടും കുടുംബ ബന്ധങ്ങളിലെ പൊരുളുകളെ ഉദാഹരണ സഹിതം നിരത്തിക്കൊണ്ട് അഭിവന്യ ദിയസ്കോറോസ് തിരുമേനി നമ്മളോട് സംസാരിച്ചു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഈ വചന ശുശ്രൂഷ സംഗമത്തിൽ അദ്ദേഹം കടന്നു വന്ന് പിതാവ് നമ്മളെ അനുഗ്രഹിച്ചതിൽ ഭദ്രാസനത്തിൻ്റെ ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ അഭിമന്യ തിരുമനസിനെ വിനയപൂർവ്വം ഈ സമൂഹം ഓർക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ വിനയപൂർവമായ നന്ദിയും പ്രകാശിപ്പിക്കട്ടെ. ഒപ്പം ഗായക സംഘത്തെയും ഈ വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെയും വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ചുമതലക്കാരായി ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്നവരെയും ഓർക്കുന്നു. അതോടൊപ്പം ദൃശ്യമാധ്യമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ സഹോദരങ്ങൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ വളരെ ഭംഗിയായി നേരത്തെ വന്ന് ഇടം പിടിച്ച് അനുഗ്രഹീതമായ സന്ധ്യയെ ധന്യമാക്കി തീർത്ത എല്ലാ പ്രിയ വിശ്വാസ സമൂഹത്തോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. നാളെ വരുമ്പോൾ ഒരു എളിയ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത്, മുൻപിലോട്ട് കടന്നു വന്നാൽ പുറകിൽ നിന്ന് വചനം കേൾക്കേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. ഞാൻ അവിടെ കടന്നു വന്നപ്പോൾ ചിലരോട് ആവശ്യപ്പെട്ടു മുമ്പിലോട്ട് നിൽക്കാൻ. അന്നേരം തിരിച്ചു വന്ന മറുപടി, ഞങ്ങൾ 2 മിനിറ്റ് കഴിയുമ്പം പോകാൻ വന്നവരാണ്. അപ്പം അങ്ങനെയും കൺവെൻഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം വന്നു. പരിഹസിച്ചതല്ല. നാളെ മുതൽ അങ്ങനെ ഒരു ചട്ടക്കൂട് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നാളത്തെ ദിവസവും ദൈവം തമ്പുരാൻ ഇപ്രകാരമുള്ള കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ആരോഗ്യവും മനസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.